നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയിൽ അദാനി ഗ്രൂപ്പ് നടത്തുന്ന ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലും ആരോപണങ്ങളിലും നിർണായക നിയമ സാങ്കേതിക വ്യക്തത വരുന്നു. അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച ഓഹരി കൈമാറ്റ അപേക്ഷയിൽ പുതിയ വ്യവസ്ഥകളോ നിബന്ധനകളോ കൂട്ടിച്ചേർക്കാൻ സംസ്ഥാന സർക്കാരിന് നിയമപരമായി യാതൊരു അധികാരവുമില്ലെന്നാണ് തുറമുഖ ഷിപ്പിംഗ് രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒപ്പുവെച്ച കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ മറികടക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. വിഴിഞ്ഞത്ത് അദാനി ഗ്രൂപ്പ് തങ്ങളുടെ 49% ഓഹരികൾ ആഗോള ഷിപ്പിംഗ് ഭീമന്മാരായ MSCക്ക് കൈമാറാനൊരുങ്ങുന്നത് വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ നിലവിലെ കരാർ പ്രകാരം ഈ അപേക്ഷയിൽ അംഗീകാരം നൽകുക എന്നതല്ലാതെ മറ്റ് വഴികളൊന്നും സർക്കാരിന് മുന്നിലില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 49% ഓഹരി വിൽക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാനോ അതിൽ തീരുമാനമെടുക്കാനോ ഉള്ള അധികാരം കൺസെഷൻ കരാർ പ്രകാരം സർക്കാരിനില്ല. രണ്ട് സ്വകാര്യ കമ്പനികൾ തമ്മിൽ ബിസിനസ് ധാരണയിലെത്തുമ്പോൾ അത് മുൻകൂട്ടി സർക്കാരിനെ അറിയിക്കേണ്ടതില്ല എന്നതും ശ്രദ്ധേയമാണ്. ഡീൽ അന്തിമമായി ഒപ്പുവെച്ച ശേഷമേ സർക്കാരിൻ്റെ ഔദ്യോഗിക അനുമതിക്കായി സമർപ്പിക്കാൻ സാധിക്കൂ. കച്ചവടത്തിന്റെ കൃത്യമായ വിവരങ്ങളും സാമ്പത്തിക പങ്കാളിത്തവും വ്യക്തമാക്കുന്ന രേഖകളില്ലാതെ അനുമതി ചോദിക്കാൻ കഴിയില്ലെന്നതാണ് ഇതിന് കാരണം. അതിനാൽ MSCയുമായി ധാരണയിലായ ശേഷമാണ് അദാനി ഗ്രൂപ്പ് സർക്കാരിന് മുന്നിലേക്ക് അപേക്ഷ നൽകിയത്. പക്ഷേ വിഴിഞ്ഞത്തിന് ചുറ്റുമുള്ള 250 കിലോമീറ്റർ പരിധിയിലെ തുറമുഖത്തിൽ നിക്ഷേപമുള്ളവർക്ക് വിഴിഞ്ഞത്ത് സഹകരിക്കാൻ കഴിയില്ല. ഈ വ്യവസ്ഥ തൂത്തുക്കുടിയിൽ അടക്കം ഓഹരിയുള്ള MSCക്ക് വിനയായി മാറും. ഓഹരി കൈമാറ്റം നടക്കുന്നതോടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിയന്ത്രണം MSCക്ക് പൂർണ്ണമായി ലഭിക്കുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങളും വിദഗ്ധർ തള്ളിക്കളയുന്നു. വിഴിഞ്ഞം തുറമുഖം MSCയുടെ മാത്രം കുത്തകയായി മാറാൻ പോകുന്നുവെന്ന ഭയം അടിസ്ഥാനരഹിതമാണ്. ഏതെങ്കിലും പ്രത്യേക ഷിപ്പിംഗ് കമ്പനിക്ക് മാത്രം തുറമുഖം വിട്ടു നൽകാനോ മറ്റ് കമ്പനികളുടെ മദർഷിപ്പുകൾക്ക് അനുമതി നിഷേധിക്കാനോ അദാനിക്കോ MSCക്കോ സാധിക്കില്ല. മറ്റ് ഷിപ്പിംഗ് ലൈനുകൾക്ക് വിഴിഞ്ഞത്ത് സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ അതിലിടപെടാനും ശക്തമായ നടപടികൾ സ്വീകരിക്കാനും കൺസെഷൻ കരാറിൽ സർക്കാരിന് വ്യക്തമായ അധികാരവും വ്യവസ്ഥയുമുണ്ട്. അതിനാൽ യാതൊരു കാരണവശാലും ഏതെങ്കിലും ഒരു വിദേശ കമ്പനിയുടെ കുത്തകയായി മാറാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയില്ലെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. തുറമുഖം നിർമ്മാണം പൂർത്തിയാകുന്ന മുറയ്ക്ക് നിശ്ചിത കാലയളവിന് ശേഷം ഓഹരികൾ കൈമാറ്റം ചെയ്യാൻ അദാനി ഗ്രൂപ്പിന് കരാർ പ്രകാരം പൂർണ്ണ അവകാശമുണ്ട്. നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ നൽകാറുള്ള മാനദണ്ഡങ്ങളാണിത്. കൺസെഷൻ എയർ കരാറിലെ നിബന്ധനകൾ പാലിച്ചു മാത്രമാണ് അദാനി ഈ നീക്കം നടത്തിയത്. പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും കരാറിലെ വ്യവസ്ഥകൾ തിരുത്താനോ തങ്ങൾക്ക് തോന്നുംപടി മാറ്റി എഴുതാനോ സർക്കാരിനാവില്ല. ഏകപക്ഷീയമായ വ്യവസ്ഥകൾ മാറ്റാൻ തുനിഞ്ഞാൽ അത് വലിയ നിയമ തർക്കങ്ങളിലേക്കും അന്താരാഷ്ട്ര തലത്തിൽ പദ്ധതിയുടെ വിശ്വാസ്യത തകർന്നതിലേക്കും നയിക്കും. അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലിരിക്കെ കൺസെഷൻ കരാറിലെ വകുപ്പുകൾ വിശദമായി പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തുറമുഖ വകുപ്പ് തയ്യാറെടുക്കുന്നത്. സാങ്കേതികമായും നിയമപരമായും തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ അപേക്ഷയ്ക്ക് അംഗീകാരം നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. കേരളത്തിന് സാമ്പത്തിക ഭൂപടത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള വിഴിഞ്ഞം തുറമുഖത്തേക്ക് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ MSC എത്തുന്നതിനെ വികസന വിദഗ്ധർ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അത് തുറമുഖത്തിന്റെ ചരക്കുനീക്ക ശേഷി വർദ്ധിപ്പിക്കാനും കൂടുതൽ വിദേശ കപ്പലുകളെ ആകർഷിക്കാനും സഹായകരമാകും. ചുരുക്കത്തിൽ വിഴിഞ്ഞം ഓഹരി കൈമാറ്റം സർക്കാരുമായുള്ള കരാറിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമുള്ള നടപടിയാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കൺസെഷൻ കരാറിലെ വ്യവസ്ഥകൾ അദാനി ലംഘിച്ചിട്ടില്ല എന്നതും പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അപേക്ഷ തടയാൻ സർക്കാരിന് കഴിയില്ല എന്നതുമാണ് നിലവിലെ യാഥാർത്ഥ്യം.